1957 ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി രണ്ട് ചെറുപ്പക്കാർ പാലോട് നിന്ന് കല്ലറ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. സമയം രാത്രി 12:30. ഭരതന്നൂരിന് സമീപം മൈലമൂട് ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒരു എസ് മോഡൽ വളവുണ്ട്. പെട്ടെന്ന് അതാരുടെയും കണ്ണിൽ പെടില്ല. സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. രണ്ടുപേരും താഴെ വീണു. വീണെടുത്ത് കിടന്നുകൊണ്ട് തന്നെ സൈക്കിളിന് പുറകിലിരുന്ന ആൾ മുൻപിലിരുന്ന ആളോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ മുൻപിലിരുന്ന ആൾ പറഞ്ഞു, ഒരു സ്ത്രീ വെള്ള സാരിയൊക്കെ ഉടുത്ത് അവരുടെ സൈക്കിളിനെ ക്രോസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു. അവർ കയ്യിലിരുന്ന ടോർച്ച് ഉപയോഗിച്ച് അവിടെയെല്ലാം പരതി. ആരെയും കണ്ടില്ല. അവർക്ക് വളരെയധികം ഭയമായി. പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്ന് സ്ഥലം വിട്ടു. പിറ്റേ ദിവസം ഈ വാർത്ത ഭരതന്നൂർ കല്ലറ ഭാഗങ്ങളിൽ പരന്നു. 1960 കാലഘട്ടം. കുറച്ച് ചെറുപ്പക്കാർ അവരുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയം. അവർ ഈ ഭരതന്നൂർ മൈലമൂട് ഭാഗത്തു കൂടിയാണ് വരുന്നത്. പെട്ടെന്ന് തന്നെ ആ എസ് മോഡൽ വളവിൻ്റെ അവിടെ എത്തിയപ്പോൾ മുൻപിൽ നടന്ന ആൾ ഒരു കാഴ്ച കണ്ടു. ഒരു സ്ത്രീ വെള്ള സാരി ഉടുത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഇയാൾ അലറി വിളിച്ചുകൊണ്ട് ഓടുന്നു. ബാക്കിയുള്ളവർ ഓടിയ ആളെ നോക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്ത്രീയെ കാണുന്നില്ല. ഈ വാർത്തയും പാലോട് ഭരതന്നൂർ ഭാഗങ്ങളിലെല്ലാം പരന്നു. ഇങ്ങനെ ആ മൈലമൂട് ഭാഗത്തെ എസ് മോഡൽ വളവിൽ 2-3 സംഭവം കൂടി നടന്നപ്പോൾ അവിടുത്തെ നാട്ടുകാർ എല്ലാവരും പറഞ്ഞു അവിടെ ഒരു പ്രേതശല്യമുള്ള സ്ഥലമാണെന്ന്. ഇങ്ങനെ മൈലമൂടിലെ ആ വളവിൽ വെച്ച് 3-4 സംഭവം കൂടി നടന്നപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു ആ ഭാഗത്ത് പ്രേതശല്യമുണ്ടെന്ന് നാടെങ്ങും പരന്നു. ഈ സംഭവങ്ങൾ വലിയ വാർത്തയായി വന്നപ്പോൾ ഇത് അന്വേഷിക്കാൻ വേണ്ടി ആ നാട്ടിലേക്ക് ഒരാൾ പോയി. അയാൾ അറിഞ്ഞ കഥ ഇങ്ങനെയായിരുന്നു. 1953 നടന്ന ഒരു സംഭവം. ഭരതന്നൂരിൽ നിന്നും മൈലമൂടിലേക്ക് ഒരാൾ നടന്നു വരികയായിരുന്നു. ആ മൈലമൂടുള്ള എസ് മോഡൽ വളവിൻ്റെ അവിടെ എത്തിയപ്പോൾ അയാൾ ഒരു കാഴ്ച കണ്ടു. ഒരു സ്ത്രീ അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ചാരിയിരിക്കുന്നു. മഞ്ഞ മൂടൽ ഉള്ളതുകൊണ്ട് അയാൾക്ക് വ്യക്തമായി ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാൾ കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് അയാൾ ഞെട്ടി. അയാൾ കണ്ടത് ആ സ്ത്രീയുടെ മുടി ആരോ പുറകിലേക്ക് കെട്ടിവച്ചിരിക്കുന്നു. സ്ത്രീയുടെ കഴുത്ത് മുറിച്ച് ആരോ അവളെ കൊന്നിരിക്കുകയാണ്. കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ ഒന്നുകൂടി ഞെട്ടി. ആ സ്ത്രീ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അയാൾ ആ പ്രദേശത്തെല്ലാം ഈ വാർത്ത അറിയിച്ചു. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ ആരോ മൃഗീയമായി കൊന്നിരിക്കുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ആ പ്രദേശത്തുള്ള ആൾക്കാരൊന്നും ഈ സ്ത്രീയെ കണ്ടിട്ടില്ല. പാലോട് നിന്നും ഈ വിവരമറിഞ്ഞ് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവരും ആരും ഈ സ്ത്രീയെ കണ്ടിട്ടില്ല. പോലീസിന് കണ്ടുപിടിക്കേണ്ടത് ഈ സ്ത്രീ ആര്, ഇവർ എവിടെയുള്ള സ്ത്രീയാണ്, ഇവരെ ആര് കൊന്നു. പോലീസ് അന്വേഷണം തുടങ്ങി. സ്ഥലത്തെത്തിയ പത്രക്കാർ ഈ ഫോട്ടോ എടുത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ പോലീസിന് ആ പെൺകുട്ടി ആരാണെന്നുള്ള വിവരം കിട്ടി. മരിച്ച ആ സ്ത്രീയുടെ പേര് സുമതി എന്നാണ്. ഇവർ ആ പ്രദേശത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിലെ വേലക്കാരിയാണ്. പോലീസ് ആ വീട് കണ്ടെത്തി. വീട്ടുകാരോട് സുമതിയുടെ ഫോട്ടോ കാണിച്ച് പോലീസുകാർ അന്വേഷിച്ചു. അവർ പറഞ്ഞു ഇത് സുമതിയാണ്, ഇവിടെ ജോലിക്ക് നിന്ന സ്ത്രീയാണ്. 2-3 ദിവസമായി ഇവരെ കാണാനില്ല. അവർ കരുതിയത് ഇവർ വീട്ടിൽ പോയിരിക്കുകയെന്നാണ്. വീട്ടുകാരുടെ മൊഴി പോലീസുകാർ വിശ്വസിച്ചില്ല. പോലീസുകാർ അയൽ വീട്ടുകളിലും ആ നാട്ടിലും എല്ലാം തിരക്കി. അപ്പോൾ പോലീസിന് ഒരു വിവരം കിട്ടി. സുമതി ആ വീട്ടിലെ ഒരു ചെറുപ്പക്കാരനുമായി ഇഷ്ടത്തിലായിരുന്നു. അത് അവിടെയുള്ള നാട്ടുകാർക്കിടയിൽ പരസ്യമായ ഒരു രഹസ്യമായിരുന്നു. പോലീസിന് ഏകദേശം കാര്യം പിടികിട്ടി. അവർ ഒളിവിലായിരുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടെത്തി. ചെറുപ്പക്കാരനിൽ നിന്ന് പോലീസുകാർ ഓരോരോ കഥകളായി അറിയാൻ തുടങ്ങി. സുമതിയും ചെറുപ്പക്കാരനും ഇഷ്ടത്തിലായിരുന്നു. ഗർഭിണിയായ വേലക്കാരിയെ കല്യാണം കഴിക്കാൻ നാട്ടിൽ അത്യാവശ്യം പേരുള്ളവരും സമ്പന്നരുമായ ആ കുടുംബക്കാരും ചെറുപ്പക്കാരനും തയ്യാറല്ലായിരുന്നു.
അങ്ങനെ സുമതിയെ ഒഴിവാക്കാൻ അവർ പല രീതികളും നോക്കി. ഒന്നും തന്നെ നടന്നില്ല. ഒടുവിൽ ചെറുപ്പക്കാരൻ ഒരു തീരുമാനമെടുക്കുന്നു. സുമതിയെ കൊല്ലാം. അതിനായി ചെറുപ്പക്കാരൻ തൻ്റെ സുഹൃത്തിനെ കൂട്ടുപിടിക്കുന്നു. ഒരു ദിവസം ചെറുപ്പക്കാരൻ സുമതിയോട് പറയുന്നു, നമുക്ക് മറ്റൊരിടത്ത് പോയി വിവാഹം കഴിച്ച് അവിടെ ജീവിക്കാം. ഇവിടെ നിന്നാൽ തൻ്റെ വീട്ടുകാർ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് സുമതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. സുമതി അത് വിശ്വസിക്കുന്നു. തൻ്റെ സുഹൃത്തിൻ്റെ കാർ കൊണ്ടുവരുമെന്നും അതിൽ കയറി പോകാം എന്നും സുമതിയോട് ചെറുപ്പക്കാരൻ പറയുന്നു. ചെറുപ്പക്കാരൻ പറഞ്ഞ പ്രകാരം സുഹൃത്ത് കാറുമായി വരുന്നു. സുമതിയെ കാറിൽ കയറ്റി രണ്ടുപേരും പോകുന്നു. ചെറുപ്പക്കാരനും സുഹൃത്തിനും വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അവർ ഭരതന്നൂർ മൈലമൂട് വനപ്രദേശത്തു കൂടിയായിരുന്നു കാർ ഓടിച്ചിരുന്നത്. പണ്ടത്തെ കാലമായതുകൊണ്ട് റോഡിലെങ്ങും ലൈറ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ എസ് വളവിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ നേരത്തെ പറഞ്ഞു വച്ചതുപോലെ സുഹൃത്ത് വണ്ടി നിർത്തുന്നു. ചെറുപ്പക്കാരൻ സുമതിയോട് പറയുന്നു, നമ്മുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിച്ചിട്ട് പോകാം എന്ന്. ചെറുപ്പക്കാരനെ പൂർണ്ണ വിശ്വാസമുള്ള സുമതി കാറിൽ നിന്ന് ചെറുപ്പക്കാരനോടൊപ്പം ഇറങ്ങുന്നു. ഇരുവരും സംസാരിച്ച് വനത്തിനുള്ളിലേക്ക് നടക്കുന്നു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ സുമതിക്ക് എന്തോ പന്തികേട് തോന്നുന്നു. സുമതി പെട്ടെന്ന് തിരിഞ്ഞ് കാറിനരികിലേക്ക് ഓടാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ ചെറുപ്പക്കാരനും സുഹൃത്തും ചേർന്ന് സുമതിയുടെ ഇരു കൈകളിലും പിടിച്ച് വലിച്ചിഴച്ച് കാടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ വഴി ഒരു എസ് മോഡലിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളഞ്ഞും പുളഞ്ഞുമാണ് കിടക്കുന്നത്. നന്നായി അറിയുന്നവരല്ലാതെ ആര് ആ കാട്ടിലൂടെ പോയാലും പിന്നെയും ആ വഴിയിൽ തന്നെ അവർ വന്നെത്തും. അങ്ങനെ ചെറുപ്പക്കാരനും സുഹൃത്തും കൂടി സുമതിയെ വലിച്ചിഴച്ച് കാടിലൂടെ കൊണ്ടുപോയി അവർ പോലും അറിയാതെ അവർ മറ്റൊരു വഴി അരികത്തിലാണ് വന്നെത്തിയത്. പൂർണ്ണ ഗർഭിണിയായ സുമതി നിലവിളിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു തന്നെ ഒന്നും ചെയ്യരുതേ എന്ന്. അവർ അതൊന്നും കേൾക്കാതെ സുമതിയെ പിന്നെയും വലിച്ചിഴച്ച് ഒരു മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടിരുത്തി. സുഹൃത്ത് സുമതിയുടെ കൈകൾ പിടിച്ചു. ചെറുപ്പക്കാരൻ അവളുടെ മുടി പിടിച്ച് മരത്തിന് ചുറ്റിക്കെട്ടി. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ അവളുടെ കഴുത്തറുത്ത് കൊന്നു. രണ്ടുപേരും ആദ്യമായി കൊലപാതകം നടത്തുന്നത് കൊണ്ട് തന്നെ സുമതിയുടെ കഴുത്തിൽ നിന്ന് ചോര ചീറ്റുന്നത് കണ്ട് രണ്ടുപേരും ഭയന്ന് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടിപ്പോയി. ഈ സംഭവത്തിന് ശേഷം അവളുടെ ആത്മാവ് തീരാ പകയോടെ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ആളുകൾ ഈ സ്ത്രീ രൂപം അവിടെ കാണുന്നതെന്ന് വിശ്വസിച്ചു വരുന്നു. കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അതുവഴി രണ്ട് ചെറുപ്പക്കാർ കടന്നുപോയി. അവർ ആ നാട്ടുകാരെ അല്ലായിരുന്നു. ഈ എസ് മോഡൽ വളവിലെത്തിയ അവർ ഇതേ സ്ത്രീ രൂപം കണ്ടു. അവർ ഈ കഥകളൊന്നും കേൾക്കാത്ത വ്യക്തികളായതുകൊണ്ട് തന്നെ അവർ ഒരു കല്ലെടുത്ത് ആ രൂപത്തിന് നേരെ എറിഞ്ഞു. ആ ഏറ് ആ രൂപത്തിന് നന്നായി തന്നെ കൊണ്ടു. അവർ കാണുന്ന കാഴ്ച ആ രൂപം സാരിയും പൊക്കി കാട്ടിനുള്ളിലേക്ക് ഓടുന്നതായിട്ടാണ്. ആ സമയത്ത് ഈ കഥയെ മുതലെടുക്കാനും ആളുകളുണ്ടായിരുന്നു. ഈ കഥ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.